ഹായ് ആൾ, വെൽക്കം ടു ഫസേറ ഫാഷൻ. ഫസേറ ഫാഷൻ്റെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ പുതിയ കുറേ ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള PSC നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നത് എല്ലാവരും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോവും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും വിവിധ തസ്തികകളിലേക്കുമായിട്ട് ഒത്തിരി നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഒരെണ്ണം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരും 2 അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരും ഒക്കെ ആയിട്ടുള്ള കുറേ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഏതെല്ലാം പോസ്റ്റുകൾക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിക്വസ്റ്റും അത് തന്നെയായിരുന്നു. ഞാൻ ഇന്ന കോഴ്സ് പഠിച്ചതാണ്, എനിക്ക് ഏതാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഞാൻ ഇന്ന കോഴ്സ് പഠിച്ചതാണ്, എനിക്ക് ഏതാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാവരോടും വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് FDGTക്കാരുടെ കുറിച്ചാണ്. അതായത് ഞാൻ ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി FDGT കഴിഞ്ഞതാണ്, അപ്പോൾ എനിക്ക് ഏതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. അതിന് കാരണമുണ്ട്. കാരണം FDGT എന്നുള്ള കോഴ്സ് ആദ്യം KGT എന്നുള്ള കോഴ്സ് ആയിരുന്നു എന്നുള്ളതും അതിന്റെ പുതിയ പേരാണ് FDGT എന്നുള്ള കോഴ്സ് എന്നുള്ള കാര്യം പല ആളുകൾക്കും അറിയില്ല. FDGT തന്നെ നമുക്ക് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്ററുകളിൽ പഠിക്കാൻ പറ്റും. അതിന്റെ അതേ രീതിയിൽ തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും FDGT പഠിക്കാൻ പറ്റും. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ അതേ സർട്ടിഫിക്കറ്റോട് കൊടുക്കുന്ന ഫീ മേടിച്ച് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ FDGT പഠിക്കാൻ പറ്റും. അപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും KGTയും FDGTയും ഈക്വൽ ആണ്, KGTയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സാമുകളും FDGTക്ക് ഈക്വൽ ആണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നാൽ എവിടുന്നും പറഞ്ഞു കൊടുക്കാത്തതും FDGT എന്താണ്, KGTക്ക് ഈക്വൽ ആണോ, KGT എന്നുള്ള വേർഡ് പലരും കേൾക്കാത്ത ആളുകൾ വരെ ഇപ്പോൾ ഈ എക്സാമിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്താണ് പല ആളുകളും കേൾക്കാത്ത ആളുകൾ വരെ ഉണ്ട്. KGTE ടൈലറിംഗ് ആൻഡ് ഡ്രസ് മേക്കിങ്ങിന് ഈക്വലൻസ് കിട്ടിയതാണ് KGTE ടൈലറിംഗ് എംബ്രോയിഡറി ആൻഡ് നീഡിൽ വർക്ക്. ആ കോഴ്സ് റിവൈസ് ചെയ്തതാണ് ഇപ്പോഴുള്ള FDGT എന്ന് പറയുന്നത്. അപ്പോൾ ടൈലറിംഗ് ആൻഡ് ഡ്രസ് മേക്കിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്സാമും FDGTക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, KGTE എന്ന് പറയുന്നത് FDGTക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇനി FDGT കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ KGTE കഴിഞ്ഞ ആളുകൾക്ക് ഏതെല്ലാം കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 687/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് സെന്റർ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റിന്റെ കീഴിലുള്ള FDGT സെന്ററുകളിലെ, അതായത് പണ്ടത്തെ TGMT സെന്റർ, ടൈലറിംഗ് ഗാർമെന്റ് മേക്കിംഗ് സെന്റർ എന്ന് പറഞ്ഞ TGMT ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, TGMT സെന്ററുകളിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലോട്ട് ഈ ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിലുള്ള ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലോട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിലുള്ള ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കാറ്റഗറി നമ്പർ വരുന്നത് 685/2023 ആണ്. അപ്പൊ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ 687/2023 പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഈ 2 പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടറ്റ് കാറ്റഗറി 4 പാസ്സാകേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. കൂടുതലായിട്ട് കാരണം നമുക്കറിയാം, കേട്ടറ്റ് കാറ്റഗറി 4 പാസ്സായതിനു ശേഷമാണ് സ്കൂളിൽ സ്വിംഗ് ടീച്ചറായിട്ട് FDGTക്കാർ കയറാറുള്ളത്. അതിൽ കേട്ടറ്റ് കാറ്റഗറി 4 പാസ്സായിരിക്കണം. അപ്പൊ ഇതൊരു പഠിപ്പിക്കുന്ന പോസ്റ്റ് തന്നെയാണല്ലോ, അതായത് ഇതൊരു ഇൻസ്ട്രക്ടർ പോസ്റ്റ് ആണല്ലോ, മറ്റേ ടീച്ചർ പോസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ കേട്ടറ്റ് പാസ്സാവേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ആവശ്യമില്ല. സ്വിംഗ് ടീച്ചർ പോലുള്ള UPHS 10ാം ക്ലാസ് വരെയുള്ള സാധാ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സ്വിംഗ് ടീച്ചർമാർക്കുള്ള പോസ്റ്റുകൾ എക്സാമുകൾക്കാണ് കേട്ടറ്റ് പാസ്സായ ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. അപ്പൊ ഈ ഒരു ടൈലറിംഗ് ഇൻസ്ട്രക്ടർ ITI ഇൻഡസ്ട്രിയൽ ടൈലറിംഗ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡിലോ വരുന്ന ഈ ഒരു ഇൻസ്ട്രക്ടർ എക്സാമുകൾക്ക് ഒന്നും തന്നെ കേട്ടറ്റ് ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടിയും ഓർത്തിരിക്കുക. ദെൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതേമാതിരി ചോദിച്ചാണ്, ഞാൻ BSc ഫാഷൻ ഡിസൈൻ ആണ്, MSc ഫാഷൻ ഡിസൈൻ ആണ്. BScയിൽ തന്നെ ഫാഷൻ ഡിസൈനിങ്ങിൽ കുറെ കോഴ്സ് വരുന്നുണ്ട്. BSc ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ വരുന്നുണ്ട്, BSc കോസ്റ്റ്യൂം ആൻഡ് അപ്പാരൽ ഡിസൈൻ വരുന്നുണ്ട്. ഒത്തിരി കോഴ്സുകളുണ്ട്, നിങ്ങൾ ആ ഇക്വലൻസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഏതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഇതിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ പഠിച്ച BSc ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ അത് ഓൾറെഡി കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുമായിട്ട് ഇക്വലന്റ് ആണോ എന്നുള്ളതോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേടിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ പുറത്തുള്ള MSc അതായത് PG ചെയ്ത ചില MSc കോഴ്സുകൾ കേരളത്തിൽ
PSC അംഗീകരിക്കാത്തതുണ്ട്, അംഗീകരിച്ചതുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പിക്കുക. കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഡിഗ്രി ഉള്ള BSc അംഗീകരിക്കാത്തതുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അംഗീകരിച്ചതാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ BSc ഫാഷൻ അല്ലെങ്കിൽ ഫാഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു BSc കോഴ്സ് പഠിച്ച ആളുകൾക്ക് നമ്മളുടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷനിൽ പറഞ്ഞ രീതിയിലുള്ള ഏതെല്ലാം പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് കാറ്റഗറി നമ്പർ 642/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രസ് മേക്കിംഗ് ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രസ് മേക്കിംഗ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ITIകളിലുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലെ ഡ്രസ് മേക്കിംഗ് കോഴ്സുകൾക്ക് കാറ്റഗറി നമ്പർ 642 ഏതെങ്കിലും ഒരു BSc ഫാഷൻ ആൻഡ് അപ്പാരൽ അല്ലെങ്കിൽ BSc കോസ്റ്റ്യൂം ആൻഡ് ഡിസൈൻ ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അടുത്തതെന്ന് വരുന്നത് ഇതിൽ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഫാഷൻ ഡിസൈൻ ടെക്നോളജി. പണ്ട് കാലങ്ങളിൽ ITI ITC ഫാഷൻ ടെക്നോളജി എന്ന് പറയുന്നതാണ്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അതിന്റെ പേര് മാറ്റി ഫാഷൻ ഡിസൈൻ ടെക്നോളജി ആക്കിയിരുന്നു. ആ ഫാഷൻ ഡിസൈൻ ടെക്നോളജി എന്ന 645/2023 എന്നുള്ള ഈ ഒരു പോസ്റ്റിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഒരു 1 ഇയർ കോഴ്സ് ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ദെൻ മൂന്നാമത് അവർക്ക് പറ്റുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് സെന്റർ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ FDGT സെന്ററുകളിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ, തൊട്ട് മുന്നേ പറഞ്ഞ FDGTക്കാർക്ക് പറ്റും എന്ന് പറഞ്ഞ അതേ പോസ്റ്റിന് 687/2023 പോസ്റ്റിലും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എന്ന് പറയുന്നത് NCVT നമ്മുടെ കൊടുത്തിട്ടുള്ള NTC സർട്ടിഫിക്കറ്റ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ടില്ല, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് NCVT എന്ന് പറയുന്നത്. അപ്പൊ NTC സർട്ടിഫിക്കറ്റില്ല ഫാഷൻ ഡിസൈൻ ടെക്നോളജി അല്ലെങ്കിൽ NTC ഡ്രസ് മേക്കിംഗ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിന് ഏതൊക്കെ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ NTC ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ആളുകൾക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ഡിസൈൻ ടെക്നോളജി എന്നുള്ള ഈ ഒരു പോസ്റ്റിലോട്ട് 645/2023 എന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതിലൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഒരു 3 ഇയർ എക്സ്പീരിയൻസ് വേണം. അതായത് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡറോ അല്ലെങ്കിൽ ഒരു ലാബ് ഇൻസ്ട്രക്ടറോ ആയിട്ട് ഗവൺമെന്റിലോ അല്ലെങ്കിൽ പ്രൈവറ്റിലോ നിന്നിട്ടുള്ള 3 ഇയർ എക്സ്പീരിയൻസ് ഇതിന് നിർബന്ധമാണ്. അതിനൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് പ്രകാരം ലേബർ ഓഫീസറൊക്കെ സൈൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി കഴിഞ്ഞ ആളുകൾക്ക് ഈ നേരത്തെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച FDGT സെന്ററുകളിലുള്ള 687/2023 പോസ്റ്റിൽ ഉള്ള ജൂനിയർ ഇൻസ്ട്രക്ടറിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി NTCയിലെ ഡ്രസ് മേക്കിംഗ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ് മേക്കിങ്ങിന് നമ്മളുടെ ഡ്രസ് മേക്കിംഗ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ, NTCയിൽ ഡ്രസ് മേക്കിംഗ് മാത്രം കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിലെ ഈ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എന്നുള്ള പോസ്റ്റിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. 685/2023 പോസ്റ്റിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ ആളുകളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. മെയിൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇതായതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. ഇനി ഇതല്ലാതെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങിലെ മറ്റു പല ക്വാളിഫിക്കേഷൻസും വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നില്ല. ഇതല്ലാതെ തന്നെ വേറെ കുറെ ക്വാളിഫിക്കേഷൻസ് വരുന്നുണ്ട്. BFT വരെയും MSc ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയില്ല. മിനിമം BSc ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെയാണ് MScക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്നത്. BSc കഴിഞ്ഞിട്ടായിരിക്കും MSc ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ എന്ന് നോക്കിയിട്ട് അതിൽ വെച്ചിട്ടുള്ള കാറ്റഗറി നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി 31 തീയതിയാണ്. ജനുവരി 31 ഉള്ളിൽ അപ്ലൈ ചെയ്യുക, മറക്കരുത്. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഏറ്റവും മികച്ചൊരു അവസരമാണ് 2024. ഒരിക്കലും മിസ്സാകരുത്. ക്ലാസ്സുകൾക്കും മറ്റുള്ള വേദികൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതിന്റെ എല്ലാത്തിന്റെയും ഓൺലൈൻ കോച്ചിങ് ഫസേറ ഫാഷന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ കോച്ചിങ് എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിന്റെ ഡെമോയും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ആപ്പിന്റെയും നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടും. കോഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.